അർജുനായുൾപ്പെടെ ഉള്ള തെരച്ചിൽ തുടരും. പ്രതികൂല കാലാവസ്ഥയുണ്ടായാൽ താൽക്കാലികമായി മാത്രം തെരച്ചിൽ നിർത്തിവെക്കാനാണ് തീരുമാനം. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അടയാളപ്പെടുത്തിയ CP4 കേന്ദ്രീകരിച്ചായിരിക്കും നാളത്തെ തെരച്ചിൽ. ഇത് സംബന്ധിച്ച് കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകി. നിലവിൽ അർജുന്റെ ലോറിയുടേതായ ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. വരുന്ന 3 ദിവസത്തേക്ക് ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശിരൂർ ദൌത്യം തൽക്കാലം നിർത്തിവെക്കില്ല. ഇത് സംബന്ധിച്ച ഉറപ്പ് ജില്ലാ ഭരണകൂടം കുടുംബത്തിന് നൽകി. എന്തായാലും വരുന്ന 3 ദിവസം ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ മഴ വരുന്ന സാഹചര്യത്തിൽ തൽക്കാലം നിർത്തിവെക്കും. പക്ഷേ അർജുനെയും അർജുന്റെ ലോറിയും കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരുമെന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കാർവാർ MLA സതീഷ് സെയിലാണ് കുടുംബത്തിന് ഉറപ്പ് നൽകിയത്. എന്തായാലും ശിരൂർ ദൌത്യം തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാർവാർ SP-യും ഇത് സംബന്ധിച്ച് കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. The weather report is bad. Okay. We stop for one day, not for every day. Okay. Okay. I don't want to put the machine also in trouble, no? 1, 2, 3, 4, whatever they are showing, all the points. Army is given the same coordinates. ISRO is given same coordinates. Indrapalan is given same coordinates. All 4 coordinates. So that's why sir specially was asked by MLA sir, and he is here. He is assisting us. Our operation will go. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം സ്വാഗതാർഹമെന്ന് കുടുംബം, അതുപോലെ തന്നെ സന്തോഷമുണ്ടെന്നും കുടുംബം വ്യക്തമാക്കി. ജിതിനും അതുപോലെ തന്നെ അഞ്ജുവും, അർജുന്റെ സഹോദരി അഞ്ജുവും ഇന്ന് ഡ്രഡ്ജറിൽ കയറി ഇത്തരത്തിൽ ഈ ഇന്നത്തെ പ്രവർത്തികൾ വിലയിരുത്തി. ആ കുടുംബത്തിന് ആണ് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഈ അർജുനെ കണ്ടെത്തുന്നവരെ തെരച്ചിൽ തുടരും. ഏതായാലും ഈ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും ജിതിനും അഞ്ജുവും വ്യക്തമാക്കി. നിലവിൽ ഒരു തടസ്സമില്ല. ഭരണകൂടത്തിന്റെ ഭാഗത്ത്, പോലീസ് സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും തികച്ചും അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡ്രഡ്ജിംഗ് ലോറി കണ്ടെത്തുന്നവരെ അവർ തെരച്ചിൽ തുടരുന്നതാണ്. ഇനി 10 ദിവസത്തിലാണെങ്കിൽ കൂടുതലാണെങ്കിൽ അതും അവർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കൊരു ഹോപ്പുണ്ട്. ഇവിടെ തന്നെ ലോറി മണ്ണിന്റെ അടിയിൽ ഈ പുഴയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് അവർക്കൊരു ഹോപ്പുണ്ട്. നമുക്ക് മാക്സിമം ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നമുക്കിപ്പം ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ഒരു രീതിയിൽ നടക്കുകയാണെങ്കിൽ. എന്തായാലും ഇന്നത്തെ തെരച്ചിലിൽ അർജുന്റെ വാഹനത്തിന്റെ കാര്യമായ ഭാഗങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. നിലവിൽ ടാങ്കർ ലോറിയുടെ 4 ടയറുകളും അതുപോലെ തന്നെ മറ്റ് ചില വസ്തുക്കൾ മാത്രമാണ് ഇന്ന് ലഭിച്ചത്. എന്തായാലും അർജുന്റെ വാഹനത്തിലെ മരം കെട്ടാൻ ഉപയോഗിച്ച വടം അതിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് കാര്യമായ വസ്തുക്കളൊന്നും ലഭിച്ചിട്ടില്ല. അതിൽ നിന്നും ജില്ലാ ഭരണകൂടം പ്രധാനമായും പറയുന്നത് ഈ വാഹനത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഇന്ദ്രപാൽ അദ്ദേഹം അടയാളപ്പെടുത്തിയ CP4 കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് നാളെ മുതലുള്ള തിരച്ചിൽ. കാലാവസ്ഥ അനുകൂലമാവുന്ന സാഹചര്യത്തിലെല്ലാം തിരച്ചിലുമായി മുന്നോട്ട് പോകും. ഏതായാലും ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. തിരച്ചിൽ തുടരുമോ അതല്ല നിർത്തിവെക്കുമെന്ന കാര്യത്തിൽ. ഇതിലിപ്പോൾ വിരാമമായിരിക്കുന്നു. തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതേസമയം ഈ ലോറി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതിനിടയിൽ തന്നെ ഇന്നലെ ലഭിച്ച അസ്ഥി അത് മൃഗത്തിന്റേതാണെന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏതായാലും ഇതിന്റെ ഫോറൻസിക് പരിശോധനയ്ക്കായി ഇത് മംഗളൂരുവിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഫലം വന്നാൽ മാത്രമേ പൂർണ്ണമായി സ്ഥിരീകരിക്കാനും പറ്റൂ. ഏതായാലും പ്രാഥമികമായി അത് മനുഷ്യന്റേതല്ല മൃഗത്തിന്റേതാണെന്ന ഒരു സ്ഥിരീകരണമാണ് വരുന്നത്. നാളെ നടക്കുന്ന തിരച്ചിലും നിർണായകമാകും. CP4-ൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലായിരിക്കും നാളെ തിരച്ചിൽ നടക്കുക. നേവിയും ഉണ്ടാകും, NDRF-ഉം ഉണ്ടാവും, പോലീസും ഉണ്ടാവും. അത്തരത്തിൽ എല്ലാ സേനകളും ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. 4-ാം ദിവസത്തെ തെരച്ചിലായിരിക്കും നാളെ നടക്കുക. ഏതായാലും ഇത് അവസാനഘട്ട തെരച്ചിലാണ്. കുടുംബം ശിരൂരിലുണ്ട്. വലിയ പ്രതീക്ഷയോടെ തന്നെ നാളെയും കാത്തിരിക്കുന്നുണ്ട്. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, News 18 ശിരൂർ.